ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു സോളോ ഡേറ്റിന് പോയാലോ? ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും ഇത് ഭംഗിയിലെന്ന് പറയും മേക്കപ്പ് ചെയ്ത്. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു മേക്കപ്പ് ഒക്കെ അങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മൂത്ത് ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം വീട്ടിലിടാൻ മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ അടിച്ച് പുട്ടിട്ട പോലെ ഉണ്ട്. പിന്നെ എൻ്റെ ഷെയ്ഡൊന്ന് മാറിപ്പോയി, ചെറുതായിട്ടൊരു ഡിം ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത്. ഒന്നും കൂടി ബ്രൈറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഇടണം. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ട പോലെ ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഡേറ്റിനൊക്കെ പോവല്ലേ. അപ്പം ഞാൻ ആദ്യം സെറ്റിംഗ് സ്പ്രേ അതിൽ അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പ്രൈമർ അടിച്ചു കൊടുക്കുക. ഇതിന് മുന്നേ നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ശേഷം ഇത് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു സെറ്റിംഗ് സ്പ്രേയിലോട്ട് തന്നെ ഈ കൺസീലർ വേണമെന്നില്ല, ഫൗണ്ടേഷനാണ് കേട്ടോ വേണ്ടത്. ഞാൻ രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളർ കറക്റ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു രസം. ഞാൻ കുറേ പ്രശ്നം ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാം മാറി പൊത്തുന്നുണ്ട്. ഒന്ന് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുവിടാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മളത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കറക്റ്റ് ഷെയ്ഡല്ല അത് വന്നത്. എന്ത് ചെയ്യാൻ, പിന്നെ എല്ലാത്തിനും നല്ല കാശയും കൊണ്ട് പിന്നെ ഞാൻ വേറെ മേടിക്കാനൊന്നുമില്ല. പക്ഷെ എനിക്ക് മേടിക്കണം, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഐബ്രോസ് ചെയ്ത് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐബ്രോ സ്മൂളി വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആസ് യു ഓൾ നോ എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ആർക്കും അറിയാത്തൊന്നുമില്ല. നമ്മളെപ്പോലുള്ള കുറച്ച് പേർക്കൊക്കെ സത്യം അറിയാത്തുണ്ടാവുള്ളൂ. ഓരോ വീഡിയോ കാണുമ്പോൾ ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമാണ്. പക്ഷേ ABC തിളപ്പിക്കുക. എൻ്റെ ഫോൺ ഓവർ ഹീറ്റായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. എനിക്ക് ഫോൺ ഓണാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുടി ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ലിപ്പ് ലൈനർ ഓഫ് കോഴ്സ്. ഞാൻ വേറെ ലിപ്പ് ഷെയ്ഡ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ലിപ്പ് ഗ്ലോസ് ഇട്ടിട്ട് അങ്ങനെ നിർത്താമെന്ന് വിചാരിച്ചു. ഇത് ലോറിയലിൻ്റെ എന്തോ ലിപ്പ് ഗ്ലോസ് ആണ് കേട്ടോ. ഞാൻ അന്ന് മേടിച്ചപ്പോൾ എങ്ങനെയാണ് ഏതാ കമ്പനി ഒന്നും ഞാൻ വലിച്ചു വാരിയിട്ട് തന്നെ അറിയാത്തതൊക്കെ. ഓക്കെ, അല്ല അറിയൊന്നുമില്ല ഏതാണെന്ന് വെച്ചാൽ അങ്ങ് ഇട്ട് അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇവിടെ വന്നിട്ടാണ് എന്തിനുള്ളതൊക്കെയാണെന്നൊന്ന് നോക്കിയത്. വെറുതെ 2-3 സാധനം അഡീഷണൽ മേടിച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ മസ്കാര ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ മസ്കാര ഇടുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ മസ്കാര ഇഷ്ടമില്ല, പക്ഷേ നല്ലൊരു കമ്പനിയുടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്കാര. ഞാനിപ്പോൾ എപ്പോഴും അറ്റ്ലീസ്റ്റ് ഐലൈനർ ഇട്ടില്ലെങ്കിൽ കൂടെ ഐലൈനർ ഞാൻ ഇപ്പോൾ ഇടൽ കുറവാണ്. മസ്കാര ഞാൻ എന്തായാലും മസ്റ്റായിട്ട് ഇടാറുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുക. ബ്ലഷ് ഇട്ടാൽ എനിക്ക് അടിപൊളിയാണ്. ബ്ലഷ് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ബ്ലഷ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എനിക്കധികം ഓവറായിട്ട് കാണുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പോ അങ്ങനെ എന്തോ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഞാൻ റിങ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. റിങ് എനിക്ക് ഭയങ്കര ടൈറ്റ് ആവാൻ തുടങ്ങി, കാരണം ഞാൻ തടിച്ചു ഗൈസ്. പിന്നെ ലോറിയലിൻ്റെ തന്നെ ഒരു ഹെയർ സെറം വാങ്ങിച്ചിട്ട് ഹെയർ സെറാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഫെർണ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇതാണ് ഔട്ട്ഫിറ്റ് ചെക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വീഡിയോയിലൊക്കെ കാണുന്ന പോലെ. ഇപ്പോൾ ഭയങ്കര സമ്മറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ചൂട്, 32 ഇവിടെ. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഭയങ്കര ബ്രീത്തബിൾ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ എന്തിടാമെന്ന് വിചാരിച്ചു. കുറച്ച് ഓവർ സൈസാണ് എങ്കിലും കുഴപ്പമില്ല. ഇത് വെറുതെ തൊപ്പിയായിട്ടൊന്നുമില്ല കേട്ടോ. ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാഗാണ്. ഞാൻ ഈ ബാഗിനേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ. പിന്നെ കുറച്ച് പട്ടിച്ചു മാത്രമേ ഉള്ളൂ. ഇത് കാര്യമാക്കണ്ട ഗൈസ്. പിന്നെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ബസ് കയറാൻ വേണ്ടിയിട്ട് ഇത്തിരി നടക്കാണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ് ഗൈസ്. അത് അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഞാൻ ഇവിടെയൊക്കെ വന്ന് ഇടയ്ക്ക് ഇരിക്കാറുണ്ട്. ഇടയ്ക്കല്ല, സമയം കിട്ടുമ്പോഴൊക്കെ. അടിപൊളി പാർക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് നമ്മളെ വീട്ടിലും നമ്മളെ നാട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നാട്ടിലത്തെ പോലെ വീട്, നമ്മൾ ഒരു വീട് ഒരു ഭാഗത്ത്, വേറെ വീട് വേറെ ഭാഗത്ത്, അങ്ങനെയല്ല. ഇവിടെ കൗൺസിലിംഗ്, ഇവിടെ ഒരു നിരന്നൊരു വീടാണ്. ഒരു മതിലിൻ്റെ ഗ്യാപ്പ് പോലും ഇല്ല, അങ്ങനെ വീടാണ്. അങ്ങനെ നമ്മൾ ബസ് കാത്തുനിന്നു. ബസ് കുറേ നേരം ഇരുന്നു ഗൈസ്. എനിക്കൊരു പണി കിട്ടി ബസ്സിൽ. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അതിൻ്റെ സെൻസർ എന്തോ വർക്കില്ല എന്ന് പറഞ്ഞിട്ട് 1.5-3 മണിക്കൂർ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും ഇറങ്ങണമുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനും ഇറങ്ങി ചോദിച്ച്. അപ്പോൾ പറഞ്ഞ് ഇനിയിപ്പോൾ എഞ്ചിനീയർ ആരെങ്കിലും വന്നിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അയാൾ എന്തൊക്കെ കാട്ടിയിട്ട് പിന്നെ ഓക്കെ സെൻസർ പിന്നെ വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ പോയി. കുറച്ച് വീഡിയോസൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊക്കെ എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഡ്രൈവർ ഇറങ്ങി. കണ്ടക്ടർ ഒരാളുണ്ടാവും ഒരു ബസ്സിൽ 3 പൗണ്ട് എടുത്തിട്ട് ടിക്കറ്റ് എടുത്ത്. നാട്ടിൽ 300 രൂപ വെച്ച്. പക്ഷേ ഇനി വേറെ ബസ്സിൽ കയറി വേറെ കാശ് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോയില്ല. ഞാൻ അവിടെ തന്നെ നിന്ന് പിന്നെ വഴി. ഇത് കണ്ട സ്റ്റോപ്പ് എന്നപ്പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. ഞാൻ പ്രൈമാർക്ക് കയറി കുറേ ഡ്രസ്സ് നോക്കി, ഒന്നും സെറ്റായില്ല. ഇത് ഞാൻ ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. ഇവിടെ കർട്ടനാണ്, നേരത്തെ പോലെ വാതിലല്ല.
ഓക്കെ, എന്തൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ഒട്ടും സെലക്ഷനില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും സെലക്ഷൻ. എനിക്ക് സങ്കടമായി. പിന്നെ നാളെ നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ എനിക്ക് കുറച്ച് എന്തായാലും ഡ്രസ്സ് എടുത്തേ പറ്റൂ. ഇതും നോക്കി എനിക്കിഷ്ടപ്പെട്ടില്ല, അതെടുത്തില്ല. തപ്പി 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 2-2.5 മണിക്കൂർ തപ്പി, ഒന്നും കിട്ടില്ല. ലാസ്റ്റ് ഒരു പ്രാവശ്യം ട്രയൽ കഴിഞ്ഞ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് വേറെ 2 നോക്കി. ഇത് ഭയങ്കര ലൂസ്, കയ്യിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ടൈറ്റ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇട്ടപ്പോഴും രസം തോന്നിയില്ല. ഇത് പിന്നെ സാധാരണ ടോപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാമെന്ന് പറയാം. ഇനി ഞാൻ ജീൻസും എടുത്തിട്ട് വന്നു. പിന്നെ അവിടെ അടുത്ത് തന്നെ മലയാളിക്കട ഉണ്ട്. ഇത് കയറിയപ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുക. കുറേ സ്നാക്സ് മേടിച്ചു. കാരണം നാളെ നമ്മളൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ വണ്ടിയിട്ട് കുറിക്കാൻ വല്ലതൊക്കെ മേടിക്കണ്ടേ. അതിനുശേഷം നമ്മൾ ഇറങ്ങി മെഗ്ഡി പോയി. സോളോ ഡേറ്റ് ആണല്ലോ, ഫുഡ് അടി എന്തായാലും വേണമല്ലോ. ഫുഡ് എന്താ കഴിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ബർഗറിൻ്റെ ഒരു മീൽ ഡീലാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 5 പൗണ്ട്, നാട്ടിലത്തെ 500 മേലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി, ഞാൻ പാർസലായിട്ടാണ് വാങ്ങിച്ചത്. അവിടെ പോയിട്ട് ഇരിക്കണമായിരുന്നു. ഞാൻ പിന്നെ സമയമില്ല. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വർക്കുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എത്തണമായിരുന്നു വീട്ടിലോട്ട് തിരിച്ച്. അപ്പോൾ പിന്നെ അധികം നിന്നില്ല. സമ്മറിൽ എല്ലാവരും കുപ്പായില്ലാതെ നടക്കണേ. ഞാൻ എങ്ങനെയാണ് ആ ഡ്രസ്സ് ചെയ്ത് ബ്രീത്തബിൾ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ ചൂടൊക്കെ എടുത്തിട്ട് ഞാൻ സത്യം പറയാം. വീട്ടിൽ നാട്ടിൽ നിന്ന് 42 ഡിഗ്രിയിലൊക്കെ സർവൈവ് ചെയ്ത് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊരു ഇന്ന് 32 എന്തോ ആണ്. എങ്കിലും എനിക്ക് സർവൈവ് ചെയ്യാനേ പറ്റുന്നില്ല. ഭയങ്കര പാടാണ്. എന്താ ചെയ്യുക. ഓക്കെ, ഇത് കണ്ടില്ല, ഭയങ്കര തിരക്ക്. നമ്മളവിടുത്തെ ബീച്ച് തന്നെ ഉണ്ട്. എനിക്കിവിടെ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ എനിക്ക് നടക്കാൻ വയ്യായി പോയി വെയിലത്ത്. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് അവിടെ. ബസ് കയറാൻ പോയി എനിക്ക് അറ്റത്തെ സീറ്റാണ് കഷ്ടകാലത്തിന് കിട്ടിയത്. അവിടെ ഞാൻ പെട്ടു ഗൈസ്. പിന്നെ എത്ര വീഡിയോ എടുത്തുള്ളൂ, എനിക്ക് മടുത്ത്. ഞാൻ ഫോൺ എടുത്ത് ബാഗിൽ വെച്ച് പിന്നെ ഇറങ്ങാറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ.